നീന്നാ പറഞ്ഞേ നമ്മൾ നോമ്പായിട്ട് പിന്നെ മീൻ ഇറച്ചി അങ്ങനത്തെ ഒന്നും കൊടുന്നിട്ട് ചെയ്യണ്ടായിട്ടാ അങ്ങനെ മാർക്കറ്റിൽ അങ്ങ് പോക്കുണ്ട് അങ്ങനെ മാർക്കറ്റിൽ പോവാ പിന്നെ നൈലാൻഡിന് ഹലല വിസ തീർന്നിന് അപ്പോൾ അതൊന്നും ഇതാക്കാനുണ്ടായിന് അപ്പോൾ ഫോട്ടോ എടുക്കണമല്ലോ അങ്ങനെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയിന് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോഴേക്ക് എപ്പോഴും ചിരിക്കുന്ന പോലെ ചിരിക്കാനും അറിയുന്നില്ല ഒന്നുമില്ല അതെല്ലാവരും അങ്ങനെ അല്ലേ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയാൽ അപ്പോൾ ചിരിക്കാനൊന്നും അറിയാതെ ഇപ്പോൾ അങ്ങനെ കുറേ നേരം പണിപ്പെട്ടിട്ട് 2 ഫോട്ടോ കിട്ടീന് ഇവിടെ ഇല്ല ഇങ്ങനെ പെയിൻ്റ് ആക്കിയിട്ടെല്ലാം കൊടുക്കുന്നത് നല്ല സ്റ്റുഡിയോ ആണ് വരച്ചിട്ടെല്ലാം കൊടുക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് പോയി നമ്മൾ റോള മാർക്കറ്റിലേക്കാണ് റോളയിലേക്കാണ് പോകുന്നത് വലിയ മാർക്കറ്റില്ലേ ഫിഷ് മാർക്കറ്റ് അവിടെ ഞാൻ എപ്പോഴും മീൻ കുറേ വാങ്ങിയിട്ട് കൊണ്ടുവെക്കല്ലേ അപ്പോൾ കുറേ ദിവസത്തേക്ക് കൊണ്ടുവെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നോമ്പിന് ഇപ്പോൾ നമുക്ക് അപ്പം പോകാൻ പറ്റില്ലല്ലോ ഇങ്ങനെ മീനെടുക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെച്ചാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമുക്കത് ഒരു സൗകര്യമാവുമല്ലോ അങ്ങനെ ഫിഷ് മാർക്കറ്റിലേക്ക് എത്തി നമ്മൾ മുമ്പല്ലേ റോളയിലേക്ക് അപ്പം പോയി ഇപ്പോൾ ഇങ്ങനെ പോക്കേ ഇല്ല ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ പോകുന്നത് रूम लेगा వాడికి రోజు అక్కడ పని మనకి తలత നമ്മൾ മുമ്പേ വാങ്ങുന്ന ആളെ തന്നെയാണ് ഇപ്പോഴും ബീഫെങ്കിലും മീനായെങ്കിലും വാങ്ങുന്നത് അത് നമുക്കൊരു വിശ്വാസം പോലെ അല്ലേ നമുക്കത് ഫ്രഷ് ആയിട്ട് കിട്ടും പിന്നെ കുറേ ദിവസത്തേക്ക് നമ്മൾ കൊണ്ടുവെക്കുന്നതല്ലേ അപ്പോൾ ഫ്രഷ് തന്നെ കിട്ടണമല്ലോ അങ്ങനെ നമ്മൾ കുറേ ദിവസത്തേക്ക് ആകുമ്പോൾ അല്ലെങ്കിൽ തലേ ദിവസത്തെ മീൻ അങ്ങനെയൊന്നും കൊണ്ടുവച്ചിട്ട് വരില്ല എന്നാലും ഇവിടുന്ന് എപ്പോഴും നല്ല തന്നെ കിട്ടല് അങ്ങനെ കുറച്ച് മീനും അത് ഇതെല്ലാം വാങ്ങിന് ഇറച്ചിയും മീനും അങ്ങനെയല്ല പിന്നെ നമ്മൾ പോകുന്നത് തന്നെ ലേറ്റായിന് നോമ്പ് തുറന്നിട്ടെല്ലായിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോമ്പ് തുറക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് പിന്നെ വരാൻ ലേറ്റായി റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് നോമ്പ് തുറക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് പിന്നെ ഉള്ളതിനെ കൊണ്ട് ഒരു ദിവസം മുമ്പത്തെ ബിരിയാണിയിലുണ്ടായിന് അതെല്ലാം ചൂടാക്കിയിട്ടാണ് നമ്മൾ നോമ്പ് തുറന്നിട്ട് വന്നത് മെല്ലെ ഞാൻ കാണാതെ ലേസെല്ലാം എടുത്തിട്ട് വാങ്ങിയിട്ട് കൊടുത്തിട്ട് ഇവിടെ തിന്നതിന് ഞാൻ ലേസ് അങ്ങനെ തിന്നാൻ വിടലില്ല അവർക്ക് തിന്നെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വയറുവേദനിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കലില്ല അപ്പോൾ ഇത് ഞാൻ കാണാതെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഇത് തിന്നുന്നുണ്ടായതാണ് അത് അശ്വിന് ഭയങ്കര ഇഷ്ടമാണ് അശ്വിന് തീരെ പിടിക്കുന്നില്ല ലേസെല്ലാം നല്ലതല്ല നമുക്കൊക്കെ അപ്പം ഞാനായിട്ട് വാങ്ങിക്കൊടുക്കലില്ല ഓരെന്നെ അറിയാതെ ഞാൻ കാണാതെല്ലാം വാങ്ങിയിട്ടെല്ലാം തിന്നും കാലിയല്ലോ ഇതൊന്ന് കാലി ഇല്ലണ്ടാ ഇതെന്ത് കരിമീനാ അമ്മൂറാ ശരിയാ ശരിയല്ല ഇത് Very, very good. 1 pound fish, 3 pound, 5 pound, 1 pound fish. ഇതല്ലോ ഇവിടെ വാങ്ങിയാണ്
അങ്ങനെ മീനെല്ലാം കൊണ്ട് വന്നിട്ട് വരുമ്പോൾ തന്നെ കുറേ ലേറ്റ് ആയി. നമ്മൾ വരുന്ന വഴിയില്ല റോട്ടിലെല്ലാം ഈ റംദാനായെങ്കിൽ പെരുന്നാകുമ്പോഴത്തേക്കെല്ലാം ഇങ്ങനെ ലൈറ്റിങ്സ് ഒക്കെ ഇല്ലേ, അത് കാണാൻ നല്ലൊരു മഞ്ചാണ്. അത് കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഭയങ്കര പുൽസാണ് ഇങ്ങനെ പെരുന്നാൾ നോമ്പെല്ലാം ഇങ്ങനെ അടുത്ത് തീ തറട്ട്. അപ്പോൾ അത് മുമ്പേ വെക്കുമല്ലോ റംദാനാകുമ്പോഴേക്ക്. അങ്ങനെ വന്നിട്ട് പിന്നെ കുറേ പണിയുണ്ട്. എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കണമല്ലോ, നമ്മൾ എല്ലാം ഒന്നിച്ച് വെക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ച് മീനും പിന്നെ ലിവർ കൊണ്ടുവന്നിട്ട് അതപ്പം തന്നെ കഴുകണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. പിന്നെ ഫുഡൊന്നും നമുക്ക് ഉണ്ടായിട്ടാന്ന് പറഞ്ഞില്ലല്ലോ, തലേന്നത്തെല്ലാം ഉണ്ടാക്കിയാൽ വരുമ്പോൾ കുറച്ച് സാധനമെല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം നമ്മൾ കറിയൊന്നും ഉണ്ടായിട്ടാ ഒരു ദിവസം മുമ്പത്തെ കറിയാണ് ഇത്. അങ്ങനെ പിന്നെ കുറച്ച് അപ്പെല്ലാം കൊണ്ടുവന്നത്, കൽത്തപ്പവും പിന്നെ ചപ്പാത്തി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വരുമ്പോൾ പത്തിരിയല്ലോ. അങ്ങനെ അതെല്ലാം അമ്മ തിന്നു. രാത്രിയിൽ നല്ല വിശപ്പുണ്ടായിരുന്നു എത്തുമ്പോഴേക്ക്. നെയിലൊക്കെ നല്ല ചെവി വേദന. വയ്ക്കുന്നില്ല. എന്ത് പണിയും ഞാൻ എടുക്കും, പക്ഷേ ഈ ഒരു വർക്കിന് വിളിക്കാനുള്ള പണി അത് ഭയങ്കര പണിയാണ്. പിന്നെ ഒന്ന് അത്താഴത്തിന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും എണീക്കുന്നില്ല. എണിച്ചിട്ട് വരും, മക്കളെല്ലാം വിളിച്ചാൽ അടുത്തേക്ക് തന്നെ പറയും, മമ്മി അത് ഇടത്തേക്ക് കൊണ്ടുതരുമോ, അത് കൊണ്ടുതരുമോ, ഇത് കൊണ്ടുതരുമോ. ഞങ്ങൾ പിന്നെ കുറച്ചേരം നിസ്കരിക്കാൻ എണിച്ചോളാന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് തന്നെ കൊടുത്തൊക്കെ നല്ലതാണ്. അങ്ങനെ ഓരോരാൾക്ക് പിന്നെ അങ്ങനെ കൊണ്ടുകൊടുത്ത്. കാരണം എന്താ പറഞ്ഞാൽ മക്കൾക്ക് സ്കൂളിലേക്ക് പോകണം, മോൻക്ക് ഡ്യൂട്ടിക്ക് പോകണം, ക്ഷീണമായി പോയല്ലോ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് കൊണ്ടുകൊടുത്ത്. കാരണം നമുക്കിന്ന് മക്കളിങ്ങനെ പൈസറ്റ് കിടക്കുമ്പോൾ ടെൻഷനാവുമല്ലോ. അങ്ങനെ ഡ്രൈ ത്രൂ പരിപാടി. വേണ്ട, ഇവിടെ വയസ്സന്മാരുണ്ട് 3, കാല് മാത്രം കാണിക്കുക, കാണിക്കുന്നില്ല. ഒന്നുമില്ല, വയസ്സായത് വേണ്ട. ആപ്പിൾ കൊണ്ട് നടക്കുന്നു കഞ്ഞി പിന്നെ കുടിക്കും. 3ാമത്തെ ഗ്ലാസ് കഞ്ഞിയാണ് കുടിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ചെറിയൊരു കുഞ്ഞു നോമ്പ് തുറക്കലും പിന്നെ ഒരു ചെറിയൊരു അത്താഴം. അങ്ങനെ ഇൻഷാ അല്ലാഹ് നല്ല വിശേഷങ്ങളെല്ലാം ആയിട്ട് ഞാൻ നാളെ വരാം ഇൻഷാ അല്ലാഹ്.